സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. നിങ്ങൾ ശ്രവിക്കുന്നത് ജീസസ് വോയിസ് മെസ്സേജ്. എല്ലാ ശ്രോതാക്കൾക്കും കർത്താവായ യേശു ക്രിസ്തു നാമത്തിൽ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. സങ്കീർത്തനം 84 5-ാം തിരുവചനം. ബലം നിന്നിൽ ഉള്ള മനുഷ്യൻ ഭാഗ്യവാൻ. ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികളുണ്ട്. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട 84-ാം സങ്കീർത്തനം കോരഹ് പുത്രന്മാരുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ്. ഇതിൽ ദൈവാലയത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ചും യഹോവയുടെ ആലയത്തിൽ അഥവാ ദൈവാലയത്തിൽ അതിൻ്റെ പ്രാകാരങ്ങളിൽ വസിക്കുന്നതിൻ്റെ നന്മകളെക്കുറിച്ച്, അതിനായി ആഗ്രഹിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ ആ തീഷ്ണതയെക്കുറിച്ചൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവാലയത്തിൻ്റെ നന്മകൾ ഈ സങ്കീർത്തനത്തിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കണ്ണുനീരിൻ്റെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവർക്ക് ദൈവാലയത്തിൻ്റെ നന്മ ഒരു വലിയ ജലാശയമായി തീരുന്ന അനുഭവം. ഇങ്ങനെ ദൈവാലയത്തിൻ്റെ നന്മകളെ പ്രത്യേകാൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സങ്കീർത്തനമാണ് കോരഹ് പുത്രന്മാരുടെ സങ്കീർത്തനമായ 84-ാം സങ്കീർത്തനം. അതിൽ നാം 5-ാം തിരുവചനമാണ് വായിച്ചു കേൾക്കുവാനിടയായത്. അവിടെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്നാണ് ആദ്യമായി പറഞ്ഞിരിക്കുന്നത്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമുക്കെല്ലാവർക്കും അഥവാ എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമായിരിക്കുന്ന ഒന്നാണ് ബലം അഥവാ ശക്തി. ഇത് നമുക്ക് സംസാരിക്കുവാൻ, നമുക്ക് പ്രവർത്തിക്കുവാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും നമുക്ക് ഉപകരിക്കുന്നത് അഥവാ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകൾക്കും അത്യന്തം മർത്യനാവശ്യമായിരിക്കുന്ന ഒന്നാണ് ബലം അഥവാ ശക്തി. ഇത് നാം ദൈവത്തിൽ നിന്ന് ദൈവികമായിട്ടുള്ള ബലമായി പ്രാപിക്കുവാൻ നമുക്ക് സാധിച്ചാൽ അവരെക്കുറിച്ചാണ് ഇവിടെ ഭാഗ്യവാൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അഥവാ എൻ്റെ ജീവിതത്തിന്, എൻ്റെ കുടുംബത്തിന് എനിക്ക് മുന്നോട്ട് പോകുവാൻ എനിക്ക് ശക്തിയില്ല. ദൈവമേ, നീ എന്നെ ശക്തീകരിക്കണമേ, നീ എന്നെ ബലപ്പെടുത്തണമേ, എന്നെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കൊണ്ട് അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിച്ച് ആ ദൈവത്തിൽ ശരണപ്പെടുന്ന, ആ ദൈവത്തിൽ ആശ്രയിക്കുന്ന മനുഷ്യനെക്കുറിച്ചാണ് ഇവിടെ ബലം നിന്നിലുള്ള മനുഷ്യൻ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പല മനുഷ്യരും മറ്റു പ്രിയപ്പെട്ടവരെ അഥവാ അവരുടെ വേണ്ടപ്പെട്ടവരെ, അവരുടെ സുഹൃത്തുക്കളെ, അവരുടെ അധികാരികളെയൊക്കെ ആശ്രയിക്കുന്നവരായി കാണാറുണ്ട്. എന്നാൽ മനുഷ്യ ആശ്രയം പലപ്പോഴും നമുക്ക് നിരാശയാണ് പ്രതിഫലമായി നൽകുന്നത്. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മുന്നോട്ട് പോകാനുള്ള ശക്തി, എനിക്ക് മുന്നോട്ട് പോകാനുള്ള ബലം, എനിക്ക് സംസാരിക്കുവാൻ, എനിക്ക് പ്രവർത്തിക്കുവാൻ, എനിക്ക് ജീവിക്കുവാൻ, എൻ്റെ ചെറുതും വലുതുമായ ആവശ്യങ്ങൾക്ക് അതിനുള്ള ബലം, അത് എൻ്റെ ദൈവം. ആ ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നത് കൊണ്ട്, ആ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട്, ആ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ട്, ആ ദൈവത്തിൽ ഞാൻ ശരണപ്പെടുന്നതുകൊണ്ട് എനിക്ക് ലഭിക്കും. ഈ ഒരു ബോധ്യമുള്ളവനെയാണ് ഇവിടെ ബലം നിന്നിലുള്ള മനുഷ്യൻ ഭാഗ്യവാനെന്ന് പറഞ്ഞിരിക്കുന്നത്. അടുത്തതായി ഈ വചനത്തിൽ പറയുന്നത്, ഇങ്ങനെയുള്ളവരുടെ മനസ്സിൽ സിയോനിലേക്കുള്ള പെരുവഴികൾ ഉണ്ടെന്നാണ്. ഇവിടെ സിയോനിലേക്കുള്ള പെരുവഴികളെന്ന് ഉദ്ദേശിക്കുന്നത് സ്വർഗരാജ്യത്തിലെ പെരുവഴികളെക്കുറിച്ചാണ്, അഥവാ സ്വർഗരാജ്യത്തിലേക്കുള്ള പെരുവഴികളെക്കുറിച്ചാണ്. ഞാനും നിങ്ങളും ഒരു പ്രയാണത്തിലാണ്, ഒരു യാത്രയിലാണ്. അതെ, സമയമാകുന്ന രഥത്തിൽ നാം നിത്യതയിലേക്ക് യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്രയിൽ നമുക്ക് ബലം ആവശ്യമാണ്. ഇല്ലെങ്കിൽ നാം തളർന്നു പോകും, നാം തകർന്നു പോകും. അതെ, തളർന്നും തകർന്നും പോകുവാൻ സാധ്യതയുണ്ട്.
അതെ, ദൈവിക ബലം നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, ദൈവിക ശക്തി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആ അഭിഷേകത്തിൻ്റെ ശക്തി നമുക്ക് ലഭിച്ചില്ലെങ്കിൽ ഈ ജീവിതയാത്രയിൽ നിരാശ, അതുപോലെ പല പ്രതികൂലങ്ങൾ, പല അനർത്ഥങ്ങൾ നമ്മെ തകർത്ത് കളയും. ഇതിനെല്ലാം പ്രതിവിധിയായിട്ട് നമുക്ക് അത്യന്താപേക്ഷിതമായിരിക്കുന്നത് ദൈവിക ബലമാണ്. അതിന് നാം ദൈവത്തിൽ ആശ്രയിക്കണം, ദൈവത്തിൽ ശരണപ്പെടും. അങ്ങനെ നാം ദൈവത്തിൽ ആശ്രയിക്കുമ്പോഴും ദൈവത്തിൽ ശരണപ്പെടുമ്പോഴും ദൈവത്തിൻ്റെ കൃപയുടെ ആ ബലം നമുക്ക് ലഭിക്കുവാനിടയാകും. ആ ദൈവത്തിൻ്റെ കൃപയുടെ ബഹുത്വത്തിൽ ആ ദൈവത്തിൻ്റെ ആ കൃപയുടെ ബലം പ്രാപിച്ചുകൊണ്ട് ദൈവസാക്ഷികളായി ജീവിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തിരുവചനം കേട്ട എല്ലാവർക്കും കൃപ ചെയ്യുമാറാകട്ടെ. ആമേൻ. തവ കൃപമതി എന്നുമെന്നും ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. ബലഹീന വേളകളിൽ ബലം നൽകും കൃപമതി. കൃപയാൽ പുതും ജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ പുതും ജീവൻ നൽകി, കൃപയാൽ എന്നെ സൗഖ്യമാക്കി, കൃപയാൽ എന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു, കൃപയാലെന്നെ തിരഞ്ഞെടുത്തു, കൃപയാലെന്നും നടത്തിയിടുന്നു. കൃപമതി യേശുനാഥ, തവ കൃപമതി എന്നുമെന്നും